ഹലോ കൂട്ടുകാരെ, ഇന്ന് ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു കൊഞ്ച് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ചുവന്ന കൊഞ്ചാണ്. നേരത്തെ തന്നെ ഞാനൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് വെള്ളക്കൊഞ്ചായിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയത് ചുവന്ന കൊഞ്ചാണ്. അത് പൊളിച്ചെടുക്കുന്നതിന് വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കൊഞ്ചൊക്കെ ഞാൻ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കൊഞ്ച് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കൊഞ്ച് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ്. ഇപ്പം ഞാനത് വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നാടൻ കറിയൊക്കെ അല്ലേ, അപ്പം നമുക്ക് മൺചട്ടിയിൽ തന്നെ വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊഞ്ച് പോലുള്ള സാധനങ്ങൾ, കക്ക, കൊഞ്ച്, ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കണം. അപ്പം നമുക്ക് വയറിനൊന്നും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല, നല്ല രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ആവശ്യത്തിന് സവാള ഇട്ട് കൊടുത്തു. അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുത്തു. സവാള ഒന്ന് പാതി വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായി ഇളക്കി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്, പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചും കൂടെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. വെള്ളം വേണമെങ്കിൽ ഒരു തുള്ളി, ഒരു ഗ്ലാസിൻ്റെ പകുതി, ഒരു അര ഗ്ലാസ് വെള്ളം വേണേൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കൊഞ്ചിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടി ഇട്ട് ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൊഞ്ചിന് ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് കൊഞ്ച് വേവിക്കേണ്ട കാര്യമില്ല. ഒരുപാട് നേരം ഇട്ട് കൊഞ്ച് വേവിച്ചാൽ കൊഞ്ചങ്ങ് റബ്ബർ പോലെ ആയിപ്പോകും. അപ്പം നമ്മുടെ കൊഞ്ച് മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ നമുക്കൊന്നും കൂടെ തൂകി കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കൊഞ്ച് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ. അപ്പം നമ്മുടെ കൊഞ്ച് മസാല റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.